ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഓക്കെ, 9 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഡെത്ത് കാർഡ്, നൈറ്റ് ഓഫ് സോർഡ്സ്, 9 ഓഫ് സോർഡ്സ്, 7 ഓഫ് കപ്സ്, 5 ഓഫ് സോർഡ്സ്, ടെമ്പറൻസ് കാർഡാണ് പിന്നെ വന്നിട്ടുള്ളത്. 4 ഓഫ് സോർഡ്സ്, 5 ഓഫ് പെന്റക്കിൾസ്, ക്വീൻ ഓഫ് പെന്റക്കിൾസ്, Ace of Cups, the Hierophant card, പിന്നെ മാസ്റ്റർ കാർഡ് വന്നിട്ടുള്ളത്. 7 ഓഫ് സോൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചോദിക്കുമ്പോൾ നമുക്കിവിടെ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇത് വളരെ ഡീപ്പായിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ശരിക്കും ഒരു സ്നേഹത്തിന്റെ ഒരു എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 9 ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ ഏസ് ഓഫ് കപ്സ് ഉണ്ട്, ക്വീൻ ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഈ ഒരു 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അവരുടെ ഒരു വിഷ് പോലെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ സ്നേഹിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതേ രീതിയിലുള്ള അവർ ആഗ്രഹിച്ച ഒരു വിഷ് പോലെയാണ് ആ ഒരു നിങ്ങൾ അവരിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്നതായിട്ടും അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം സന്തോഷമാണ്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഏസ് ഓഫ് കപ്സിന്റെ എനർജി വരുന്നുണ്ട്. ശരിയായിട്ടുള്ള ഒരു സ്നേഹമുണ്ട് അവർക്ക് നിങ്ങളോട്, പക്ഷെ അത് ഇനിയും ഒരു പൂർണ്ണമായിട്ട് വളർന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്ന ഒരു കാർഡ് ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്. അവര് നിങ്ങളെ കെയർ ചെയ്യുന്ന ആ ഒരു ഫ്യൂച്ചർ, ശരിക്കും ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഫ്യൂച്ചർ പാർട്ട്ണർ മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. എന്നും അവരോടൊപ്പം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ അതാണ് അവരുടെ ഒരു സ്നേഹത്തിന്റെ ഫീലിങ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതൊരു സ്ഥിരതയുള്ള ഒരു ലവ് ആയിട്ട് മാറാനായിട്ട് ഇനിയും അവർക്ക് കുറെ കൂടി സമയം വേണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ്, സ്ട്രഗിൾസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡെത്ത് കാർഡ് കാണാനായിട്ട് വരുന്നത്. ഈ ഒരു ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു എൻഡിങ് ഫേസ്, ഇത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ചിലപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു പ്രശ്നം വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ ഒരു അവസ്ഥയിലായിരിക്കാം. അപ്പോൾ പാസ്റ്റിലെ ആ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള കോൺഫ്ലിക്റ്റുകളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള വിഷമങ്ങളൊക്കെ, ഹേർട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെയാണ് നമുക്കിവിടെ ഇത് എൻഡായി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 9 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ഇത് അവർക്ക് വളരെയധികം ഒരു ആൻസൈറ്റി, അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയതിനു ശേഷം രണ്ടു കൂട്ടർക്കും വളരെയധികം വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവർക്ക് വളരെയധികം ഒരു ആൻസൈറ്റി, ഗിൽറ്റ്, ഓവർ തിങ്കിങ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോയിട്ടുള്ള. അതുകൊണ്ടായിരിക്കും അവർക്ക് ഇത്രയൊരു ഓവർ തിങ്കിങ്ങും അതുപോലെ ഗിൽറ്റ്, കുറ്റബോധം ഒക്കെ തോന്നുന്നത് എന്നുള്ളതാണ്. അവർക്ക് രാത്രി സമയങ്ങളിൽ ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്ന എനർജീസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു
ഫൈവ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട ഒരവസ്ഥ, ഒരു സന്തോഷവും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല എന്നുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ ചുറ്റും ഒത്തിരി ആളുകൾ ഉണ്ടാകാം, മാനസികമായിട്ട് നോക്കുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോയതുപോലെ അവർക്ക് തോന്നുന്നു. ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് അവർക്ക് ഉണ്ടാവുകയാണ്, നിങ്ങളുമായിട്ട് ഇമോഷണലി ഒത്തിരി അകന്നു പോയതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോർ ഓഫ് സോഴ്സിന്റെ ഒരു കാർഡ് കാണുന്നുണ്ട്. ഈ ഒരു ഫോർ ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തത്തിൽ അവർ സൈലന്റ് ആയി പോയി, ഒരു നിങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ കുറവ് എന്തായാലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ സ്നേഹം ഉണ്ടെങ്കിലും അവർ ശരിക്കും മെന്റലി റെഡി അല്ല എന്നുള്ളതാണ്. ശരിക്കും ഒരു ഹീലിംഗ് സ്റ്റേജിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയ സമയത്ത് ഉണ്ടായ ആ ഒരു കോൺഫ്ലിക്റ്റുകളോ വിഷമങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വേദനകളൊക്കെ അതൊക്കെ ഒന്ന് ഹീലാകാനായിട്ട് ആ ഒരു ഹീലിംഗ് സ്റ്റേജിലാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ നൈറ്റ് ഓഫ് സോഴ്സിന്റെ ഒരു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വേഗത്തില് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് പലപ്പോഴും വരും, വളരെ സ്നേഹത്തോടെ നിങ്ങളിൽ നിൽക്കും. പക്ഷെ അതൊരു കൺസിസ്റ്റൻസി ആയിട്ട് നിൽക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. കുറച്ച് സമയം അവരങ്ങനെ ആ ഒരു ഒരേ സ്നേഹത്തിൽ ആ ഒരു കുറച്ച് സമയം ഉണ്ടാകും, അതിനുശേഷം അവർ ഓഫായി പിന്നെ പോകും. ആ ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ ഒരു 7 ഓഫ് കപ്സിന്റെ കാർഡ് ഉണ്ട്. ഈ ഒരു 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 7 ഓഫ് കപ്സ് ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. പല ഓപ്ഷൻസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, ഓപ്പർച്യൂണിറ്റികളായിരിക്കാം, എന്തായാലും ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഏത് ഓപ്ഷനിൽ നിൽക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾക്കും ഇവിടെ ഓപ്ഷൻസ് ഒത്തിരി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 7 ഓഫ് സോഡ്സ് പിന്നെ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇവര് മറച്ചു പിടിക്കുന്നതായിട്ട് തന്നെയാണ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡ് അത് തന്നെയാണ്. 7 ഓഫ് സോഴ്സ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവര് മറച്ചു പിടിക്കുന്നുണ്ട്, തുറന്നു പറയാതെ ഇരിക്കുന്നുണ്ട്, ഒളിച്ചു വെക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. തേർഡ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്ന് നമുക്ക് 7 ഓഫ് കപ്സ് വഴി നമുക്ക് അതും കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പം പിന്നെ 5 ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഈഗോ ക്ലാഷ് ഉണ്ട് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ. അപ്പം ഈഗോ ക്ലാഷ് ഉണ്ടാകുമ്പോൾ തന്നെ ഹേർട്ട് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉള്ള വ്യക്തിയാണ്. എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, ഒരു ദേഷ്യം കയറി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർ പറയുന്ന പോലും അവർക്കറിയില്ല. ആ രീതിയിൽ ഫയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷെ അത് ആ ഒരു പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് പോയതിന് ശേഷം അത് മനസ്സിൽ കേൾക്കുന്ന വ്യക്തിക്ക് വളരെയധികം മുറിവുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവരത് പറഞ്ഞതിന് ശേഷം അവർ ഓക്കെ, അവര് പഴയതുപോലെയാകും. പക്ഷെ അത് കേൾക്കുന്നവർക്ക് അത് മനസ്സിൽ നിന്ന് പോകത്തില്ല. അപ്പൊ അത്ര രീതിയിൽ ഹേർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊരു ശരിക്കും ഒരു വാണിംഗ് ആണ്. അവരുടെ ബിഹേവിയർ ഇപ്പോൾ ചിലപ്പോൾ ഒരു ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പൊ ശരിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാണിംഗ് ആണ് എന്നുള്ളത് കൂടി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു പോയെന്നുള്ളൂ. പിന്നെ ഫ്യൂച്ചറിൽ ഇവിടെ നമുക്ക് ടെമ്പറൻസ് കാർഡും അതുപോലെ ഹെറോഫൻ കാർഡും വന്നിട്ടുള്ളത് കൊണ്ട് ഫ്യൂച്ചറിൽ ഒരു പേഷ്യൻസ് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒത്തിരി ആവശ്യമായിട്ട് വരും. ഒരു ബാലൻസും കൊണ്ടുവരിക, ഒരു പേഷ്യൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസും ഒരു പേഷ്യൻസും ഒക്കെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഹെറോഫൻ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് സീരിയസ് ആയിട്ടുള്ള ഒരു മാരേജ് പോലെയുള്ള ആ ഒരു എനർജിയിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. ശരിയായ രീതിയിൽ പോകുവാണെങ്കിൽ ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പിലേക്ക് പോകാം. പക്ഷെ ഇപ്പോൾ ഇത് ഒരു സ്റ്റേബിൾ ആയിട്ട് അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷെ അത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. ഒരു ഫിയർ ഉണ്ട്, പാസ്റ്റിലെ പെയിൻസ് ഉണ്ട്, ഈഗോ ഉണ്ട്, ഇതെല്ലാം മിക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അവര് കമ്മിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ഒട്ടും റെഡിയല്ല. അവരുടെ ആക്ഷൻസ് നിങ്ങളെ ഇനി ഹേർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള പല ആക്ഷൻസും നിങ്ങളെ ഹേർട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പം പിന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള നീക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത ഫ്യൂച്ചറിൽ നീക്കം എന്താകും എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് അവര് പെട്ടെന്ന് ഇപ്പൊ ഇവര് സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കാം, പക്ഷെ പെട്ടെന്ന് വീണ്ടും ഒരു കോണ്ടാക്റ്റുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു മെസ്സേജോ ഒരു കോളൊക്കെ വഴി അവർ നിങ്ങളിലേക്ക് വരാം. പക്ഷെ അതൊരു ക്ലിയർ ഇന്റൻഷൻ ഇല്ലാതെ ആയിരിക്കും അവർ വരുന്നത്. ഒരു ക്ലാരിറ്റി, ഒരു ഡിസിഷനോ ഒന്നും നിങ്ങൾ തന്നെയാണ് എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം ഒക്കെ ഒന്നും ആയിരിക്കില്ല അവർ വരാം. അവർക്കൊരു ഹാപ്പിനെസ് ഇല്ലാതിരിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് അവർ പെട്ടെന്ന് തന്നെ ആ ഒരു ഡിസിഷൻ എടുത്ത ഒരു കോളോ മെസ്സേജ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് വഴി നിങ്ങളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ ഇനിയും ആ ഒരു കൺഫ്യൂഷൻ അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം ക്ലോസ് ആയിട്ട് നിങ്ങൾ പെരുമാറും, പിന്നെ ഡിസ്റ്റൻസ് എടുക്കും. ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു അപ്രോച്ച് ആയിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ ഫ്യൂച്ചറിലും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അവരുടെ ഫ്യൂച്ചർ എങ്ങനെയാകും ഈ റിലേഷൻഷിപ്പിന്റെ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫീലിങ്സ്
സ്ലോ ആയിട്ട് അവരുടെ ഫീലിങ്സ് എപ്പോഴും സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യും എന്നുള്ളതാണ്. അവർ നിങ്ങളെ ലൂസ് ചെയ്യാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ ഇഷ്ടപ്പെടുന്നില്ല. ലൈവായിട്ട് നിങ്ങളിൽ ഈ ഒരു പേഴ്സൺ നിൽക്കാനും താല്പര്യമില്ല. അതാണ് നമുക്ക് ശരിക്കും ഇവിടെ കാണാൻ വരുന്നത്. ഒരു കൺസിസ്റ്റൻസ് ആയിട്ട് ലൈവായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനും അവർ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു ഇമോഷണൽ സ്ലോ ആയിട്ട് മാത്രമേ അവർ തുറക്കുള്ളൂ. ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ചാൻസസ് ഉണ്ട്, പക്ഷെ സമയമെടുക്കും എന്നുള്ളതാണ്. ഇനിയൊരു ചലഞ്ചസ്, മുന്നോട്ടേക്ക് പോകുമ്പോൾ വരുന്ന ചലഞ്ചസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വീണ്ടും വരാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഈഗോ ക്ലാഷസ് ഉണ്ടാകാം, നിങ്ങൾക്ക് വീണ്ടും ഹേർട്ട് ആകാനുള്ള ചാൻസസ് ഉണ്ടാകാം. ഇത് മാറാനായിട്ട് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കണം. അതുപോലെ തന്നെ ഒരു സത്യസന്ധത നിലനിർത്താനായിട്ട് പരമാവധി ശ്രമിക്കണം എന്നുള്ളതാണ് ഇത് മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഫൈനലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. രണ്ട് വഴികളാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഒരു ട്രാൻസ്ഫർമേഷൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്ലോ ആയിട്ട് അങ്ങനെ എൻഡ് ആകും, ആ ഒരു ഡിസ്റ്റൻസ് കൂടും. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ഒരു മാറ്റം വരും, ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ്, ആ ഒരു മാരേജ് ലെവലിലേക്ക് റിലേഷൻഷിപ്പ് പോകും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ഫൈനൽ ഫ്യൂച്ചറിൽ നടക്കാനായിട്ട് ചാൻസസ് ഉള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ റിലേഷൻഷിപ്പ് റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ ലാസ്റ്റ് ആയിട്ട് ഫൈനൽ ഔട്ട്കം അല്ലെങ്കിൽ ഫ്യൂച്ചർ നോക്കുമ്പോൾ നമുക്ക് ഒരു വഴി അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നാണ് കാണാറുള്ളത്. പക്ഷെ ഇതിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും, ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി ഡിസ്റ്റൻസ് കൂടി അങ്ങനെ എൻഡായി പോകാൻ ചാൻസസ് ഉണ്ട്. മറ്റൊരു തരത്തിൽ നോക്കി കഴിയുമ്പോൾ ഇതൊരു സീരിയസ് കമ്മിറ്റ്മെന്റ്, ഒരു മാരേജ് ലെവലിലേക്കൊക്കെ പോകാനുള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ളതാണ്. ഒരു ഡെത്ത് കാർഡ് ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു മാറ്റം പറയാനായിട്ട് പറ്റുന്നത്. അപ്പം ഒരു ടെമ്പറൻസ് ഉള്ളതുകൊണ്ട് പേഷ്യൻസ് ഇതും പറയാൻ പറ്റും. അപ്പം ഈ ഡെത്ത് കാർഡിലെ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങളൊരു പേഷ്യൻസോടുകൂടി ഇതിലുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്റ്റേബിൾ ഫ്യൂച്ചർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതാണ് നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ കുറയ്ക്കരുത്, അവരുടെ പിന്നാലെ ഓടരുത്, ചേസ് ചെയ്യരുത്. അവർ എഫേർട്ട് കാണിച്ചാൽ മാത്രം റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും അവർ തിരിച്ചു വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് പറയാനായിട്ട് പറ്റും. പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ആയിരിക്കും അവർ തിരിച്ചു വരിക. ഫ്യൂച്ചർ ഉണ്ടാകാം, പക്ഷെ അത് അവരുടെ മാറ്റത്തിന്, ആ ഒരു ഡെത്ത് കാർഡിൽ എത്ര പേഷ്യൻസോടുകൂടി നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നു, ആ ഒരു മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ബൗണ്ടറീസിനെയും ആശ്രയിച്ചിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലെ ഫ്യൂച്ചറിൽ അവർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ജാനുവരി മന്ത് ആണ്. സെക്കൻഡ് ക്ലൂ മോൾ ഓൺ റൈറ്റ് ചീക്സ്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. യെല്ലോ കളർ 1996 April month, number 1, letter S, number 35, ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. പാലക്കാട് ജില്ല, നമ്പർ 6, നമ്പർ 56, സപ്പോർട്ടീവ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൈഡിങ്, മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ടെക് പരമായ കാര്യങ്ങളൊക്കെ ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺസ് ഒക്കെ കാണുന്നുണ്ടാകാം. പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ റെഡ് കളർ 1987 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 37 ലോങ് നെയിൽ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. 1975 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2001, 1984, number 38, number 36, kindness, letter R, number 52, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട്. 2 months വീണ്ടും നമുക്ക് വരുന്നുണ്ട്. നമ്പർ 48 നമുക്കിവിടെ വരുന്നുണ്ട്. നമ്പർ 5, 1997 എന്നൊരു വർഷം വരുന്നുണ്ട്. ലെറ്റർ L, മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 9,
1986 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 39 കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. നമ്പർ 4 ലെറ്റർ O നവംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 ഓറഞ്ച് കളർ കുക്കിങ്ങിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. നമ്പർ 21 ലെറ്റർ N ആണ് നമുക്ക് കിട്ടുന്നത്. 1998 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമ്പർ 54. അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.